എല്ലാവർക്കും നമസ്കാരം. സമയപ്പോൾ കൃത്യം 12 മണി. നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ കുട്ടിയുടെ 1ാം പിറന്നാൾ ആഘോഷത്തിൻ്റെ ഇടയിലാട്ടോ. നമ്മളിവിടെ വന്ന് കയറിയത് 8 മണിക്കാണ്. ഇപ്പോൾ സമയം 12 മണിയായി. ഘനഗംഭീരമായി ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാ ഇപ്പോൾ കലാശക്കൊട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ കാണുന്നത്. നമ്മൾ വിചാരിച്ചു 12 മണി തൊട്ടിട്ട് ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാന്ന്. കാരണം ഇന്ന് ഒക്ടോബർ 3-ാം തീയതിയാണ്. ഇന്നാണ് നമ്മുടെ അച്ചുവിൻ്റെ 6ാം പിറന്നാള്. അച്ചു ജനിച്ച് 6 വർഷമായി. ഇതാ അവിടെ സ്റ്റേജിൽ കിടന്ന് തുള്ളുണ്ട് കേട്ടോ. നമ്മളിതാ അവിടുത്തെ പരിപാടി അവസാനിപ്പിക്കാൻ പോവാണ്. നമ്മൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഹാപ്പി ബർത്ത്ഡേ അപ്പി. 12 ആയി തന്റെ ബർത്ത്ഡേ എന്ന്. തന്റെ ബർത്ത്ഡേ ആയി. നമുക്ക് സെലിബ്രേറ്റ് ചെയ്യണ്ടേ? നാളെ ആയി, ഇന്നായി. ഉറങ്ങിറ്റത്തെ 12 ആയി. കണ്ടില്ലേ സമയം 12 ആയി. വാ നമുക്ക് കേക്ക് കട്ട് ചെയ്യാൻ പോവാ. Happy birthday to you. Happy birthday dear Archie. Happy birthday to you. ഇന്ന വിടെ ഡിലീറ്റ് ചെയ്തു. ബാ ഡിലീറ്റ് ചെയ്തു. സമയം രാത്രി 12:19. നമ്മൾ നമ്മുടെ അച്ചുവിന്റെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. കേക്ക് കട്ട് ചെയ്യാൻ പറ്റൂല്ലെന്ന് അറിയില്ല. കാരണം റെസ്റ്റോറന്റ് ഓപ്പൺ ആണോ അല്ലേന്ന് അറിയില്ല. പോയി ഉള്ളിൽ ചെന്ന് നോക്കാം നമുക്ക്. ഞോഞ്ഞ് സെൽഫി ഒക്കെ എടുക്കുക. നിർഭാഗ്യവശാൽ രാത്രി 12:15 അത് കാരണം ഹോട്ടൽ അടച്ചിരിക്കുകയാണ്. നമുക്ക് കേക്ക് കട്ട് ചെയ്യാനുള്ള യാതൊരു നിർവാഹവും ഇല്ല. നമ്മളതുകൊണ്ട് ഇവിടെ നിന്ന് പോവാണ്. ചലോ യാർ മിൽത്താവും. ഇവിടെ വന്നാ നമ്മൾ എന്തെങ്കിലും വേറൊരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുന്നതായിരിക്കും. തൽക്കാലം നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. കാർട്ട് ചെയ്യണോ? തല കറങ്ങുമേ. മതി പിൻവാങ്ങിയില്ല. നമ്മൾ നേരെ ബാസ്കിനിലേക്ക് വിട്ടു. ബാസ്കിൽ നിന്ന് ഒരു കേക്ക് വാങ്ങി. അതാ നമ്മൾ രാത്രി 12:45 നമ്മുടെ ക്ലോക്ക് ടവറിന്റെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. എന്താണെങ്കിലും എല്ലായിടത്തും ഏകാന്തതയാണ്. അങ്ങനെതാ നമ്മൾ കേക്കൊക്കെ ഇവിടെ സെറ്റ് ചെയ്തു. നമ്മൾ ക്യാൻഡിലൊക്കെ കത്തിച്ചു വെച്ചിരിക്കുകയാണ്. നമ്മളെന്തായാലും ആദ്യമായിട്ടാണ് ഓപ്പൺ എയറിൽ ഇരുന്നിട്ട് കണ്ടില്ലേ കേക്ക് കട്ട് ചെയ്യണ. ഇവിടെ ആരും ഇല്ല കേട്ടോ, നമ്മള് മാത്രമേ ഉള്ളൂ. കട്ട് ചെയ്യാം. അച്ഛനോട് പറയും കേക്ക് കട്ട് ചെയ്യുന്ന മുമ്പ് വിഷ് ഉണ്ടാക്കാൻ. അച്ചു മേക്ക് എ വിഷ്. നോ വിഷ്. റെഡി 1 2 3. Happy birthday Achu. Happy birthday Achu. Happy birthday dear Achu. Happy birthday to you. അങ്ങനെ അച്ചുവിന്റെ 6ാം പിറന്നാൾ നമ്മൾ ഘനഗംഭീരമായി ആഘോഷത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അച്ചു ഹാപ്പി? എന്താ നാളെ ആവണോ? നാളെ ആവുമല്ലോ. നാളെ ഷോപ്പിംഗ് ചെയ്യാലോ. ആദ്യം നാളെ ആവട്ടെ. എല്ലാരും കേക്ക് കൊടുക്ക. ഗുഡ്. നമ്മളിതാ കേക്കൊക്കെ കെട്ടിപ്പറക്കി വീട്ടിൽ പോവാണ്. ബാക്കിയുള്ള ആഘോഷങ്ങളെല്ലാം നാളെ രാവിലെ. സോറി ഇന്ന് രാവിലെ വരുന്നതായിരിക്കും. രാവിലെ ആയിട്ടില്ല, രാത്രിയാണ്. അതെ കുറച്ച് രാവിലെ ആയി.
നമ്മളങ്ങനെ ഇന്നലത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് പോയി കിടന്ന് ഉറങ്ങിട്ടോ. ഉറങ്ങിയപ്പോൾ രാത്രി 2:30 ആയി. അത് കഴിഞ്ഞിട്ട് നമ്മൾ പക്ഷെ നേരത്തെ ഇൻറ്റു അല്ലേ, ഒരു 8:30 ആകുമ്പോഴേക്ക് ഇൻറ്റു. അത് കഴിഞ്ഞതാ നമ്മുടെ അച്ചുവിൻ്റെ എന്താ പറയുക പിറന്നാളിൻ്റെ ബാക്കി വെച്ച കാര്യങ്ങൾ ഇന്ന് തുടങ്ങാൻ പോവാണ്. നമ്മൾ ഇനിറ്റു രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അച്ചു അവിടെ നിൽക്കുന്നുണ്ട്. ഇതാണ് ഇന്നത്തെ അച്ചുവിൻ്റെ ബർത്ത്ഡേ കോസ്റ്റ്യൂം. അച്ചുവിൻ്റെ ഡേ ആണ്. അച്ചുവിന് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാന്നാണ് പറഞ്ഞിരിക്കണത്. ഇന്ന് എന്താണ് തന്റെ പരിപാടികള്? എന്താ പരിപാടികൾ തന്റെ? ഇഷ്ടമുള്ളതൊക്കെ വാങ്ങോ? ഓക്കെ, അച്ഛന് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതാ എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ എസ്തർല ഇതാ ഇവിടെ നിൽക്കുന്നു. എസ്തർല ഇതാ നമ്മുടെ ഞോഞ്ഞുള്ള മൊബൈലും പിടിച്ചിരിക്കണു. ഞോഞ്ഞിക്ക് മൊബൈലിന്റെ ഉപയോഗം കുറച്ച് കൂടിയുണ്ട്. എന്താണെങ്കിലും നമ്മള് ഫുഡ് ഓർഡർ ചെയ്യട്ടെ കേട്ടോ. നമ്മുടെ അച്ചുവിന്റെ പിറന്നാളിന് പ്രമാണിച്ചത് അവിടെ നമ്മൾ ആദ്യം തന്നെ കട്ട് ചെയ്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കേക്ക് കട്ട് ചെയ്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്ന് വിചാരിച്ചു കേട്ടാ. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യേ. ഇതാ അവര് ഹാപ്പി ബർത്ത്ഡേ ആർച്ചിന്ന് സെപ്പറേറ്റ് ഒക്കെ എഴുതി കൊണ്ടിരിക്കണ കേക്ക് ഇതാ അവിടെ. പിന്നെ അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ഇട്ടുണ്ട്. ഓക്കെ, അച്ചു വിഷ് ചെയ്യേ. എന്താണ് തന്റെ വിഷ് പറയേ. ഈ ഹാപ്പി ബർത്ത്ഡേ ആർച്ചിന്ന് സെപ്പറേറ്റ് എഴുതി കൊടുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വിഷ് വേഗം പറയേ. വിഷ് ചെയ്യേ. ഓക്കെ, എന്നാ ബ്ലോ ചെയ്തോളോ. ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ ആർച്ചി, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഓ എസിയ കേക്ക് കൊടുക്കുക ആച്ചുവിന്. ഞാൻ ഇന്നലെ രാത്രിയും കൊടുത്തില്ല തോന്നുന്നു. കൊടുത്തു തോന്നുന്നു അല്ലേ? കൊടുത്തു. എന്നാ തിരാമിസു. ഓക്കെ, കേക്കല്ല നമ്മള് കേക്ക് തിരാമിസു ആട്ടോ പറഞ്ഞത്. നമ്മുടെ ഭക്ഷണം ഓരോന്നായി വരാൻ തുടങ്ങി. കേക്കിന്റെ ഇടയ്ക്ക് എസിയുടെ അതൊരു ഗ്രിൽ ചിക്കൻ, അത് ഗ്രിൽ ചീസ് സാൻഡ്വിച്ച് വന്നിട്ടുണ്ട്. അടുത്ത നമ്മുടെ ഒരു ടർക്കിഷ് എഗ് വന്നിട്ടുണ്ട് കേട്ടോ. ടർക്കിഷ് എഗ് തന്നെയല്ലേ പറഞ്ഞ, അത് വന്നിട്ടുണ്ട്. പിന്നെ ഈ സംഭവം എന്താ? എന്തോ ചീസുള്ള സംഭവം. ചീസ് ആൻഡ് സാത്താർ ഫ്ലാറ്റ് ബ്രെഡ്. ഇതൊക്കെ ആരാ തിന്ന? ഇവര് തിന്നോ? എന്താണെങ്കിലും വിഭവസമൃദ്ധമായ ബ്രേക്ക്ഫാസ്റ്റ് ആട്ടാ. ഇനി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇനി എന്താ പാസ്തയും കൂടി വരാണ്ട്. വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമല്ല, നമ്മൾ പിടുത്തം തുടങ്ങട്ടെ. ഭക്ഷണം നല്ല ഉഗ്രം ഭക്ഷണമായിരുന്നു കേട്ടാ. കണ്ടില്ലേ, പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. സെക്കൻഡുകൾ വെച്ചിട്ട് അത് കഴിഞ്ഞല്ലേ. നല്ല ഭക്ഷണമല്ലേ? എല്ലാം വെട്ടിക്കെട്ട് ഭക്ഷണമായിരുന്നു കേട്ടാ. അത് എങ്ങനെ ഉണ്ടായിരുന്നു? ഗുഡ്. അച്ഛനും കഴിച്ചു. സാധനങ്ങൾ വാങ്ങാൻ ഇറങ്ങാനുള്ളതാ. കേസി നല്ലൊരു പിടുത്തം പിടിച്ചു. നമ്മുടെ പാസ്ത ഇവിടെ വന്നിട്ടുണ്ട് കേട്ടാ. അപ്പൊ അതാ നമ്മുടെ ഇവിടുത്തെ കലാപരിപാടികളെല്ലാം കഴിഞ്ഞു. നല്ല ഭക്ഷണമായിരുന്നു. നല്ല ഭക്ഷണം, നല്ല റെസ്റ്റോറന്റ്, നല്ല ആംബിയൻസ്, നല്ല സർവീസ്, നല്ല ഫുഡ്. അടിപൊളിയായിരുന്നു കേട്ടോ. ഇതിന്റെ പേരെന്തായിരുന്നു? ദ ബേക്ക് ഹൗസ്. ഇതാണ് ഇതിന്റെ പേര്. അപ്പൊ നമ്മളവിടെ നിന്ന് ഇറങ്ങാണ്. അതാ നമ്മുടെ കുഞ്ഞുണ്ണി വന്നിരിക്കുന്നു. നമ്മുടെ അശു അല്ല, അച്ഛന് ആശംസയേകാൻ. എന്താ എന്താടി ചെയ്യണേ? അത് വിഷയം. Man, nothing for me? No. Yeah. What? Coming. What? Coming. Bappi, nothing for me? Why, lady? I will give you at 3 o'clock. Huh? 3 o'clock. Bullshit, lady. നമ്മളെല്ലാരും കൂടിയിട്ട് അച്ഛനായിട്ട് അച്ഛന്റെ പർച്ചേസിന് വേണ്ടിട്ട് ഇറങ്ങിയിരിക്കട്ടോ. വല്ലതും വാങ്ങിയോ? വല്ലതും കിട്ടിയോ? കണ്ടോ, ഇതിന്റെ ഉള്ളിലേക്ക് കയറിയ കുട്ടിക്ക് എന്തെടുക്കണം ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനാണ്. നമ്മളൊരു
10 മിനിറ്റ് ഇവിടെ വന്നിട്ട് ഇതാ വാങ്ങണത് താൻ. തനിക്ക് വല്ല തീരുമാനങ്ങളും ഉണ്ടാ? നമുക്ക് പെട്ടെന്ന് പോവും വേണം. അപ്പുറത്ത് ഞോഞ്ഞേസിയും പരതി നടക്കുന്നുണ്ട്. അവർക്ക് എന്തെങ്കിലും കിട്ടുമോ നോക്കിയിട്ട്. കണ്ടുപിടിച്ചാ മതി. ഇന്ന് അച്ചുവിന്റെ ഡേയാണ്. അവസാനം അച്ചു ഒരു സ്കൂട്ടർ സെലക്ട് ചെയ്തിരിക്കുകയാണ്. നല്ലതാണോ ഇത്? ഇത് മതിയോ? ഇലക്ട്രോണിക് സ്കൂട്ടർ ആട്ടോ അത്. പതുക്കെ പോണേ. ആ പതുക്കെ പതുക്കെ പതുക്കെ. ജെസ്സി ഒരു ട്രയൽ നടത്താൻ പോവുകയാണ്. വാ. ഓഹോ, താൻ പഠിച്ചല്ലോ. എവിടേക്കാ എവിടേക്കാ? സ്പീഡല്ലോ? സ്പീഡില്ലേ? നേരെ പോ. അങ്ങനെ അവസാനം അച്ചു ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങിയിരിക്കുകയാണ്. ഹാപ്പി? ബർത്ത്ഡേയുടെ ഗിഫ്റ്റ് കിട്ടിയില്ലേ? പിന്നെന്താ വാങ്ങി? 2 ചെറിയ കാറുകൾ. ഹാപ്പി? അപ്പൊ ബർത്ത്ഡേയുടെ എല്ലാ ഗിഫ്റ്റുകളും ഓക്കെ ആയില്ലേ? ഇനി എന്താ? അത് ഇഷ്ടമുള്ളതിനല്ലേ വാങ്ങി. തനിക്ക് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങി. ഇനി എന്ത്? ഇനി കഴിഞ്ഞു വെച്ചേ. ഇനി കഴിഞ്ഞു. അതുപോരെ? ശരിയാ. താങ്ക് യു. അച്ചുവിന്റെ അവസരം എല്ലാവരും മുതലാക്കുക. ഞോഞ്ഞിയും മെസ്സിയും പരതി നടക്കുന്നുണ്ട്. എന്താ കിട്ടിയത്? ഇതെന്താ സംഭവം എനിക്കൊന്ന് പറഞ്ഞു തരുമോ? കോഫി? ഇതൊരു ടോയ് അല്ലേ? അല്ല ടോയ് അല്ല, എന്താ പറയാ, സോഫ്റ്റ് ടോയ്. വേറൊരു ഉപകാരമില്ലല്ലോ. എന്ത് സാധനം? എസിക്കൊന്നും കിട്ടിയില്ലേ? പതിവ് പോലെ എസി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ്ട്. എസിക്കൊന്നും കിട്ടില്ല. വീട്ടിലെത്തിയ എസിക്ക് പിരികളക്കും. എന്ത് സംഭവം എന്ന് പറഞ്ഞാൽ എന്ത് പെൻഡന്റ് എസി? എങ്ങനെ കാണിച്ചെന്ന്? ഗിൽറ്റ് വരും, അത്ര തന്നെ. ഇവർ ഇളകിക്കൊണ്ടേയിരിക്കും. അതായത് ഇങ്ങനെ കുലുങ്ങുമ്പോ നമ്മളെ ഗിൽറ്റ് വരും. ഇതുവഴി എവിടെയെങ്കിലും നമ്മളെ കീ ചെയിൻ പോലെ തൂക്കിയിടുക. അപ്പൊ അത് ബാഗ് തൂക്കിയിടുമ്പോ അനങ്ങുമ്പോ ഗിൽറ്റ് വരും. ഓക്കെ ആർച്ചി, ഹാപ്പി? ഇനിയൊന്നുമില്ലല്ലോ? ഇനി വീട്ടിലേക്ക് പോവല്ലേ? അങ്ങനെ ആ പരിപാടിയാണ് കഴിഞ്ഞു കേട്ടോ. നമ്മൾ ലഞ്ച് അടിക്കാൻ വേണ്ടിട്ട്. ലഞ്ച് ഒരുപാട് ലേറ്റ് ആയി അല്ലേ? സമയം. അതെ, അച്ഛനെ ഫേവറേറ്റ് കാർ കിട്ടി. നമ്മളിത് ടണിലേക്കാട്ടാ പോണ. ഇത് ഓപ്പൺ ആവില്ലേ? സമയം 3 മണിയായിട്ടാ. ഐശ്വര്യമായി ഉള്ളിൽ കിടക്കട്ടെ. ടണാട്ടൻ ഒരു നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറന്റ് ആട്ടാ. ഇതിപ്പം ഓപ്പൺ ആയിട്ട് എത്ര മാസമായി? 2-3 മാസമായിട്ടുള്ളൂ. കണ്ടല്ലേ? നല്ല അടിപൊളി ആംബിയൻസും കാര്യങ്ങളൊക്കെയാണ്. കണ്ടില്ലേ? ഇത്രയുള്ള സംഭവം. പക്ഷെ നല്ല അടിപൊളിയായിട്ട് ഇവര് ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഔട്ട്ഡോർ സീറ്റിംഗ് ഉണ്ട് കേട്ടോ. എല്ലാരും പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ. നമുക്ക് 4:30 ആകുമ്പോഴേക്കും ഇവിടെ നിന്ന് ഇറങ്ങണം. മതിയാ? 5:30 ഞൂനിക്ക് ഒരു ഡാൻസിന് എത്തണം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് അധികം നേരം ചെലവാക്കാനും പറ്റില്ല. ടണാട്ടനിലും മുംബൈയില് നമ്മൾ പരീക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. മുംബൈയിലെ വെടിക്കെട്ട് റെസ്റ്റോറന്റ്. ഇവിടെയും നമ്മൾ ഒരിക്കൽ വന്നിട്ടുണ്ട് അല്ലേ? നല്ല ബിരിയാണിയും സംഭവങ്ങളൊക്കെ ഉണ്ട്. തന്തൂർ, ലൈവ് തന്തൂറും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. കണ്ടില്ല? എന്താണെങ്കിലും നമ്മളിനി ശ്രീജുവിനെ വെയിറ്റ് ചെയ്യാണ്. ശ്രീജു ഭവിയൊക്കെ ഇപ്പൊ എത്തുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ പപ്പിയും കുഞ്ഞുണ്ടിയൊക്കെ വന്നിരിക്കുകയാണ്. What is that? You have Konkan? ഞാൻ മാത്രം ഒരു സൂപ്പ് വാങ്ങിട്ടോ. ചിക്കൻ ബിരിയാണി. അത് നമ്മളൊരു ചിക്കൻ ബിരിയാണിയും പിന്നെ ഒരു പ്രോൺസ് ബിരിയാണിയും വാങ്ങി. പിന്നെ ഈ ചിക്കനും നമ്മൾ വാങ്ങി. ഇതിന്റെ പേരെന്താന്നുള്ളത് ഞാൻ മറന്നു. പിന്നെ കുറച്ച് റൊട്ടിയും. ഇത്രേ വാങ്ങിയുള്ളൂ കേട്ടോ. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന് അടുത്ത പരിപാടിക്ക് ഇറങ്ങാം കേട്ടോ. ഞോഞ്ഞിയുടെ ഇന്നൊരു ഞോഞ്ഞിക്ക് ഗർഭ ഡാൻസ് ഉണ്ട് അല്ലേ? ഗർഭ ഡാൻസ് തന്നെ അല്ലേ?
അപ്പോൾ അതിന്റെ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് ഇതാ ഡാൻസിന് പോകാൻ റെഡി ആയിരിക്കുകയാണ്. ഇതാണ് ഞോഞ്ഞയുടെ ഗർഭ ഡാൻസിന്റെ കോസ്റ്റ്യൂം. കണ്ടില്ലേ? എന്താടാ രാവിലെ ആയിട്ട് ഇങ്ങനെ ചെയ്തിരിക്കുവാടോ. അതെ, നമ്മള് രാവിലെ തൊട്ടിട്ടുള്ള അങ്കാട്ടാ, ഇതുവരെ അവസാനിച്ചിട്ടില്ല. ഞോഞ്ഞ് ഉഗ്രൻ മാലയും കമ്മലൊക്കെ ഇട്ട് ഇതൊക്കെ നമ്മള് നിഷയുടെ അടുത്തുനിന്ന് വാങ്ങിയതാണ്. അപ്പൊ നമ്മളിതിന്റെ ഉള്ളിൽ കയറിയാൽ ഇതാണ് കേട്ടോ അതിന്റെ ഒരു എൻട്രൻസ്. ഞോഞ്ഞേസിയും പോയാ പർദ്ദയൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്ത് ഇതിന്റെ ഇടയിൽ കൂടെ വേണം കയറി ചെല്ലാൻ. കയറി ചെന്നാൽ ഇതാ ഇവിടെ വിശാലമായൊരു വലിയ ഗ്രൗണ്ട് ഉണ്ട്. കണ്ടില്ല, അത്യാവശ്യം നല്ല വലിയൊരു ഏരിയ കേട്ടോ അത്. ഇവിടെ ആൾക്കാർക്ക് കാണാനുള്ള ഇരിക്കാനൊക്കെ ചെയർ കൂടെ ഇട്ടുണ്ട്. അവിടെ ഒരു ഗംഭീര സ്റ്റേജൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞത് അപ്പുറ ഭാഗത്തും അതെ, അത് അവിടെയും കണ്ടില്ലേ, അവിടെയും കുറെ ചെയറും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ പരിപാടി നടക്കുന്നത്. കണ്ടില്ലേ, ഇവിടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നണ ഇന്നും നാളെയും കൂടെയൊക്കെ ഉണ്ടാവുള്ളൂ, കാരണം നവരാത്രി അവസാനിച്ചല്ലോ. അപ്പോൾ ഇതെനിക്ക് തോന്നണ ഒരു 10 ദിവസമായിട്ട് ഈ പരിപാടി ഇവിടെ നടക്കുന്നുണ്ട്. എന്താ പറയണ? 7 മണിക്കുള്ള 1 മണിക്കൂർ ഇവിടെ ഇരുന്ന് കോമ്പറ്റീഷൻ നടക്കുക. കോമ്പറ്റീഷൻ കണ്ടോളാം. പക്ഷെ 6 മണിക്കെന്നല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്ന? ഫസ്റ്റ് കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ 1 മണിക്കൂർ പോസ്റ്റാ. ഞോഞ്ഞയുടെ ഡ്രസ്സൊക്കെ മാറ്റിയല്ലോ. മൊത്തം മാറ്റി, മൊത്തം കഴിക്കേണ്ടി വന്നു. എവിടെ അവളെ ഒന്ന് വിളിച്ചാ നോക്കട്ടെ. ഇവിടെ 3 പൊട്ട് തൊട്ടു. നാഷ് തലവഴി ഇതാക്കേണ്ടി വന്നു. നോക്കട്ടെ എന്ത് ചെയ്തിപ്പം? തലമൂടി ബാഗ് നോട്ടെ തിരിഞ്ഞേ തലമൂടി. പിന്നെ മുന്നില് 3 കുത്തിട്ടാ നോക്കട്ടെ. കവളമ്മ താടിയിലുമ്പോ 3 കുത്തിട്ട്. ഇതാണ് അവരുടെ ഫുൾ ടീം. ടീച്ചർ അടക്കം 12 ആൾക്കാരുണ്ട് കേട്ടോ അതില്. പിള്ളേരെല്ലാവരും കൂടിയിട്ട് ഇവിടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. പ്രദക്ഷിണമൊക്കെ വെക്കുന്നുണ്ട്. തുടങ്ങാറായോ? ടീം പോയോ? ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, ബൈ. അപ്പോൾ ഞോഞ്ഞയുടെ ഗർഭ ഡാൻസിന് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. അങ്ങനെ അവരുടെ ആ പരിപാടിയാണ് കഴിഞ്ഞു കേട്ടോ. ഇന്ന് നവരാത്രിയുടെ ലാസ്റ്റ് ദിവസമാണ്. അതുകൊണ്ട് തന്നെ ബോളിവുഡ് നൈറ്റ്സ് ആണ്, ബോളിവുഡ് സോങ്സ് മാത്രം. അപ്പൊ അതിന്റെ തകർക്കലാണ് ഇവിടെ കണ്ടോണ്ടിരിക്കണത്. क्या जबरदस्त पॉडकास्ट चल रहा है।
അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി തൊട്ട് തുടങ്ങിയ വ്ളോഗാണ് കേട്ടോ. അച്ചുവിൻ്റെ പിറന്നാളും ഷോപ്പിങ്ങും ഞൂഞ്ഞയുടെ ഡാൻസും ഇവിടുത്തെ നവരാത്രിയുടെ ഡാൻസും ഒക്കെ കൂടി ആകെ കൂടി ഇന്ന് ജഗപൊകയായിരുന്നു. ഇവിടത്തെയും പരിപാടി കലാശക്കൊട്ടിലാണ്. ഇതിപ്പം ഏകദേശം അവസാനിക്കും. സമയമാണെങ്കിൽ 12 മണി കഴിഞ്ഞു. അപ്പോൾ ഇനി ഞാനും വലിച്ചു നീട്ടണില്ല. നമുക്ക് വീണ്ടും ഒരു പുതിയ വ്ളോഗായിട്ട് പെട്ടെന്ന് തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.